ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപോ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സമ്മോഹനായ എന്ന് പറഞ്ഞാൽ ആ മോഹിപ്പിക്കുവാനായിട്ട്, വശീകരിച്ച് ഭഗവാനെ അങ്ങയുടെ തപസ്സിളക്കുവാനായി മിളിത എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന, നമ്മൾ പറഞ്ഞിരുന്നു മലയാനിലന്, അതേപോലെ വസന്തന്, കാമദേവന് തന്നെയല്ല അവിടുത്തെ ദേവസ്ത്രീകൾ. എന്നാലോ അത് ആ ദേവസ്ത്രീകൾ മാത്രമല്ല, അവരുടെ കൂടെ ഏകദേശം 16,000-ൽ പരം തോഴിമാരുണ്ട്. അവർ എല്ലാവരും കൂടിയിട്ടാണ്, ഒരുമിച്ചാണ് ഇവിടെ നരനാരായണ മഹർഷിമാരുടെ തപസ്സിളക്കാനായിട്ട് വന്നുചേർന്നത്. ഈ രംഭ, മേനക, തിലോത്തമ തുടങ്ങിയ ദേവാംഗനമാരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സർവ്വദേവസ്ത്രീകളും അതേപോലെ ഇങ്ങനെ ഭഗവാന്റെ തപസ്സിളക്കാനുള്ള ഒരു കാമത്തിൻ്റെതായ ഒരു സാഹചര്യത്തെ, അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ കൽപ്പുള്ളതായിട്ടുള്ള അവരെല്ലാവരും ചേർന്നായിരുന്നു വന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ അവിടുത്തെ തപസ്സിളക്കാനായി ഒന്നിച്ചു ചേർന്ന് വന്ന മദനാദയസ്തേ, മദനാദയഃ തേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മദനാദയസ്തേ. മദനൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, മദനൻ ആദയ, മദനൻ ആദിയായിട്ടുള്ളവർ, കാമദേവൻ ആദിയായിട്ടുള്ളവർ, തേ അങ്ങയുടെ ത്വദ്ദാസികാ പരിമളൈഹി. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടിരുന്നു ഭഗവാന് എത്ര കാരുണ്യത്തോടു കൂടിയാണ് തന്നെ ഉപദ്രവിക്കാൻ വന്നവർക്ക് പോലും, തൻ്റെ തപസ്സിളക്കി തന്നെ ദ്രോഹിക്കാൻ വന്നവരെ പോലും ഭഗവാൻ തൻ്റെ തലത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മതത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ച അല്ലേ. ഇവിടെയും അവിടെ വന്നിട്ട് എന്താ ഭഗവാൻ അവിടെ ഒന്നുകൂടി പറഞ്ഞു, എന്താ എൻ്റെ ആ പരിചാരകരായിട്ടുള്ള സുന്ദരിമാരെ കണ്ടാലും എന്ന് പറയുന്ന നമ്മൾ കണ്ടിരുന്നു അല്ലേ. അവിടെ ആ സുന്ദരിമാർ പോലും ആ ഒരു ആനന്ദത്തിൻ്റെ ലഹരിയിലാണ്. എന്താ ഭഗവാന്റെ സാമീപ്യത്തിൽ അത്രമാത്രം ആത്മീയമായ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അവർക്ക് ഈ തുച്ഛമായിട്ടുള്ള ലൗകിക വിഷയങ്ങളൊന്നും തന്നെയും അവരെ ബാധിക്കുന്നതേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ദാസിമാരെയൊക്കെ കാണിച്ചു കൊടുത്ത ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ വന്ന കാമദേവനെ പോലെയുള്ളവർ ഒന്നിച്ചു ചേർന്ന് വന്ന അവരൊക്കെ തന്നെയും, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ത്വദ്ദാസികാ പരിമളൈഹി, അവിടുത്തെ ദാസിമാരുടെ, പരിമളം എന്നാൽ സുഗന്ധം, ആ സുഗന്ധം കൊണ്ട് കില മോഹമാപുഹോ, കില എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയല്ലോ എന്നുള്ള ആ ഒരു ഇത്. എന്താ മോഹമാപുഹു, മോഹം ആപുഹു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മോഹമാപുഹു എന്ന് പറഞ്ഞാൽ മോഹിച്ചു പോയല്ലോ, മോഹത്തെ പ്രാപിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ മോഹിച്ചു പോയുവല്ലോ. അപ്പോൾ ഏതൊരു ഭഗവാനെയാണോ മോഹിപ്പിക്കുവാനായി കാമദേവനും രംഭമേനക തിലോത്തമമാരടക്കമുള്ളവരും അവരുടെ തോഴിമാരും മറ്റ് സഹായികളുമൊക്കെയായി ഏതൊരു ഭഗവാനെയാണോ മോഹിപ്പിക്കുവാൻ വന്നത്, ആ ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരുന്ന ഭഗവാനെ അവിടുത്തെ തോഴിമാരുടെ ആ സുഗന്ധം ഒന്നുകൊണ്ട് മാത്രം ഇവരൊക്കെ മോഹിച്ചു പോയിവല്ലോ ഭഗവാനെ. ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവസ്വർവാസി ഗർവശമനീം. ദത്താം
ദത്താം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട. അപ്പോൾ ഈ മോഹിച്ചു നിൽക്കുന്ന ഇവർക്കൊക്കെ ഭഗവാൻ തിരിച്ചൊരു സമ്മാനവും കൂടി കൊടുത്തു. എന്താ കൊടുത്തേ? നൽകപ്പെട്ട ത്വയ. ത്വയ എന്നാൽ അങ്ങയാൽ, അങ്ങയാൽ നൽകപ്പെട്ട ജഗൃഹുസ്ത്രപയ ഇവ. ജഗൃഹു ത്രപയ ഏവ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജഗൃഹുസ്ത്രപയ ഇവ. ജഗൃഹു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, അങ്ങയാൽ നൽകപ്പെട്ട യാതൊന്നാണോ അതിനെ സ്വീകരിച്ചു. അതെന്താണെന്നാണ് അടുത്ത വരുന്നത്. ത്രപയ, എങ്ങനെ? അത്യന്തം ലജ്ജയോടുകൂടി. ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അത്യന്തം ലജ്ജയോടുകൂടി തന്നെ അവർക്കതിനെ സ്വീകരിക്കേണ്ടി വന്നു. കാരണം യാതൊന്നു വെച്ചിട്ടാണോ, യാതൊരു മാർഗത്തിലൂടെയാണോ ഭഗവാനെ അങ്ങയെ മോഹിപ്പിക്കുവാൻ വന്നത്, അങ്ങയെ വശീകരിക്കുവാൻ വന്നത്, അതേ മാർഗം തന്നെ ഇവരുടെ ചെയ്തികളെക്കുറിച്ചുള്ള, ഇവരുടെ ചെയ്തികളുടെ ആ ഒരു മോശം വശത്തെ, അല്ലെങ്കിൽ ഇവരുടെ ചെയ്തികളുടെ നിസ്സാരതയെ തിരികെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സമ്മാനമാണ് ഇവിടെ ഭഗവാൻ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് വാങ്ങിച്ചപ്പോൾ അത്യന്തം ലജ്ജയോടുകൂടിയാണ് അവരത് സ്വീകരിച്ചത്. എന്താ? സർവസ്വർവാസി ഗർവശമനീം. സർവ എന്ന് പറഞ്ഞാൽ എല്ലാ. സ്വർവാസി ഗർവശമനീം. സ്വർവാസി, ആ സ്വർഗത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഗർവശമനീം, ഗർവിനെ ശമിപ്പിക്കുന്ന പുനരുർവശീം താം. പുനഃ ഉർവശീം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുനരുർവശീം. പുനഃ എന്ന് പറഞ്ഞാൽ അനന്തരം. അപ്പോൾ ഭഗവാൻ തൻ്റെ തോഴികളെ, തന്നെ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന തോഴികളെയൊക്കെ കാണിച്ചു കൊടുത്തു. അനന്തരം ഭഗവാൻ എന്താ ചെയ്തേ? ഉർവശീം താം. താം എന്നാൽ ആ. ഉർവശീം എന്ന് പറഞ്ഞാൽ ഉർവശിയെ. ഭഗവാൻ തൻ്റെ ഊരുവിൽ, തൻ്റെ തുടയിലൊന്ന് തട്ടിയത്ര അവരെ, തന്നെ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന സുന്ദരിമാരായ ആ സ്ത്രീകളെ, ആ സുഹൃത്തികളെ ഭഗവാനെ നേരിട്ട് പരിചരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അക്ഷരാർത്ഥത്തിൽ സുഹൃതിനികളായിട്ട് തന്നെയാണ്. അപ്പോൾ ആ സുഹൃതിനികളെ, ആ സുന്ദരികളെ കാണിച്ചു കൊടുത്തപ്പോൾ ഇവരാകെ ലജ്ജാവിവശരായി. ഇവർ ചെയ്ത കർമ്മത്തെക്കുറിച്ച് ഓർത്ത് ഈ നരനാരായണ മഹർഷിമാരുടെ തപസ്സിളക്കുവാൻ സർവലൗകിക ഭാവങ്ങളെയും കൂട്ടുപിടിച്ചു കൊണ്ടുവന്ന കാമദേവൻ, ആ കാമദേവനും തൻ്റെ കൂട്ടാളികൾക്കുമൊക്കെയായിട്ട് ഭഗവാൻ ഒരു സമ്മാനം കൊടുക്കണം. ഇത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഒരു സമ്മാനം തന്നെ കൊടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. എന്തേ? ഇവർ ചെയ്ത അബദ്ധത്തെ, ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ അതിവർ തന്നെ സ്വയം വിലയിരുത്തി ഇവരെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനുതകുന്ന ഒരു സമ്മാനമാവണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചത് കൊണ്ട് ഭഗവാൻ തൻ്റെ ഊരുവിലൊന്ന് തട്ടി, തൻ്റെ തുടയിൽ, ആ ഊരുവിൽ നിന്നുമാണ് ഉർവശി എന്ന സുന്ദരിയായ സ്ത്രീ പുറത്തു വരുന്നത്. ആ ഉർവശിയെ ഈ തന്നെ മോഹിപ്പിക്കാൻ വന്നതായിട്ടുള്ള ഈ കാമദേവനും അതുപോലെ ദേവേന്ദ്രൻ പറഞ്ഞയച്ച മറ്റു കൂട്ടാളികൾക്കുമൊക്കെയായി ആ ഉർവശിയെ തന്നെ അങ്ങോട്ട് സമ്മാനമായി കാഴ്ചവെച്ചു ഭഗവാൻ. ആ ഉർവശിയെ മാത്രമല്ല, ഭഗവാനെ അങ്ങയെ പരിചരിച്ചു കൊണ്ട് നിന്നിരുന്ന ആ തോഴിമാരെ കൂടി അങ്ങ് ആ ദേവേന്ദ്രൻ്റെ സഭയിലേക്കായിക്കൊണ്ട് അങ്ങ് പാരിതോഷം നൽകുകയും ചെയ്തു. ഇവിടെ ആ സ്വീകരിച്ച ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ തങ്ങൾ ചെയ്ത പ്രവൃത്തി എത്രമാത്രം ഹീനമായിരുന്നു എന്ന് തിരിച്ചറിയിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമുണ്ടായിരുന്നില്ല. കാരണം ആ തോഴിമാരെ കണ്ടപ്പോൾ തന്നെ ഈ ഭഗവാന്റെ തപസ്സിളക്കാൻ വന്ന രംഭമേനക തിലോത്തമമാർക്കും അവരുടെ തോഴിമാർക്കും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടാളികൾക്കും ഒക്കെ തന്നെയും ഒരു ലജ്ജ തോന്നിയിരുന്നു. തങ്ങൾക്കൊന്നും സൗന്ദര്യമില്ല എന്ന് ബോധ്യപ്പെട്ടത് ഭഗവാനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിന്നിരുന്ന ആ സുന്ദരികളായ സുഹൃതിനികളുടെ സൗന്ദര്യം കണ്ടപ്പോഴാണ്. അവരെയും കൂടി ചേർത്താണ് ഭഗവാൻ
ഈ വന്ന സുന്ദരികൾക്കൊക്കെ മേലെ നിൽക്കുന്ന ഒരു സുന്ദരിയെ തൻ്റെ ഉരുവിൽ നിന്ന് സൃഷ്ടിച്ച ആ സുന്ദരിയെയും കൂടി കൊടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദേവേന്ദ്രനും ദേവേന്ദ്രൻ്റെ കൂട്ടാളികളും ലജ്ജിച്ച് തല താഴ്ത്തി നിന്ന് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട് അല്ലേ, പോയ്സൺ കിൽസ് പോയ്സൺ. വിഷത്തിനെ ഇല്ലാതെയാക്കാൻ മറ്റൊരു വിഷം കൊടുക്കുന്നത് പോലെ നമുക്കറിയാം, പാമ്പുകടി ഏറ്റുവരുന്ന ഒരു രോഗിയെ ചികിത്സിക്കുന്നത് അതേ പാമ്പിൻ്റെ തന്നെ ആൻറ്റിവനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെയും ഭഗവാനെ ഏതൊരു വൈകാരികമായ വൈകല്യം കൊണ്ട് ഭഗവാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവോ, അതേ സൗന്ദര്യമാകുന്ന വൈകല്യം കൊണ്ട് ഭഗവാൻ തിരിച്ചവരെ തന്നെ മോഹിപ്പിച്ച് കളഞ്ഞുവല്ലോ. ഭഗവാനെ മോഹിപ്പിക്കാൻ വന്നവരൊക്കെ ഭഗവാന്റെ പരിചാരകരെ കണ്ട് തന്നെ മോഹിതരായി പോയിവല്ലോ ഭഗവാനെ. അവിടുത്തെ ലീല വർണ്ണനാതീതം തന്നെ ഭഗവാനെ. അവിടുത്തെ മോഹിപ്പിക്കാൻ അവിടുത്തെ തന്നെ സൃഷ്ടിയിൽ പെടുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ തന്നെ, ഈ വിശ്വത്തിലെ തന്നെ ഏതൊന്നിനാണ് ആവുന്നത്? അവിടുന്ന് ഈ വിശ്വത്തെ സൃഷ്ടിച്ചതുപോലും ഭഗവാനെ അവിടുത്തെ മായ കൊണ്ടാണല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ തന്നെ മോഹിപ്പിക്കാൻ വന്നവരെ തനിക്ക് നേരെ എടുത്ത അതേ വടി കൊണ്ട് തിരിച്ചു കൊടുത്ത് ഭഗവാൻ മോഹിപ്പിച്ച് കളഞ്ഞുവല്ലോ ഭഗവാനെ. ഗുരുവായൂരപ്പ, ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ പാദത്തിൽ വരുമ്പോൾ രണ്ടിടത്ത് വിസർഗമുണ്ട്. ത്വദ്ദാസികാ പരിമളൈ, അതുപോലെ മോഹമാപോ, രണ്ടിടത്തും പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ രണ്ടാമത്തെ പാദത്തിൽ ത്വദ്ദാസിക, അവിടെ ദാ കൂട്ടക്ഷരമാണ്, കുറച്ച് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ ജഗൃഹുസ്ത്രപയൈവ, അത് ചിലപ്പോൾ തുടക്കക്കാർക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നാം, എങ്കിലും വായിക്കുക. പിന്നെ അതേ വരിയിൽ ശ്രദ്ധിക്കാനുള്ളത് സർവസ്വർവാസി ഗർവശമനീം, കഴിയുന്നതും അത് ചേർത്ത് തന്നെ എടുക്കുക. അടുത്തത് പുനരുർവശീം, അവിടെ പുനഃ ഉർവശീമാണ്. നമ്മളത് അറിഞ്ഞു വായിച്ചില്ലെങ്കിൽ പുനരുർ വശീം ആയി പോകും. അങ്ങനെയല്ല, പുനരുർവശീം താം, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. കുറച്ച് തൊണ്ടയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ ശ്ലോകമായിട്ട് ഓരോ സത്സംഗിലെടുത്തു പോകുന്നത്. താമസിയാതെ വീണ്ടും നമുക്ക് 2 ശ്ലോകത്തിലേക്ക് മാറാമെന്ന് കരുതുന്നു. ഇന്ന് ഈ ഒരു സത്സംഗത്തിൽ ഒരു ശ്ലോകമായിട്ട് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി നോക്കാം. തേ സമ്മോഹനായ മിളിതാ മദനാദയഃ ത്വദ്ദാസികാ പരിമളൈ മോഹമാപുഃ കില പുനഃ ത്വയാ ദത്താം സർവസ്വർവാസി ഗർവശമനീം താം ഉർവശീം ത്രപയാ ജഗൃഹുഃ ച. ഒന്നുകൂടി പറയാം. തേ സമ്മോഹനായ മിളിതാ മദനാദയഃ ത്വദ്ദാസികാ പരിമളൈ മോഹമാപുഃ കില പുനഃ ത്വയാ ദത്താം സർവസ്വർവാസി ഗർവശമനീം താം ഉർവശീം ത്രപയാ ജഗൃഹുഃ ച. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ
നമുക്ക് അനുസ്മരിക്കാനായിട്ട് ഉള്ളത്. ഹരേ കൃഷ്ണ.